ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. ജനങ്ങളാൽ, പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട് കേട്ടോ. 30% ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ച് ആയിട്ടുള്ള പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മക്കളെ. നിങ്ങൾ കൂപ്പൺ കോഡ് MEGA30 എന്ന് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. വെറും 1749 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് നമ്മുടെ ബാച്ചിലേക്ക് വരാം. നമ്മുടെ മുമ്പിൽ ഇനി ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാം ഒക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതണ്ടേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് നിങ്ങളെ നമ്മൾ സെറ്റ് ആക്കി നമ്മൾ തരും. ഓക്കെ, അപ്പോ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ട കാര്യമാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് എവിടെയായിരുന്നു. ഫ്രം വേർ ദ ഏർലിയർ ഫോം ഓഫ് ദ ഡെമോക്രസി വാസ് എമേർജ്ഡ്. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് എവിടെയായിരുന്നു? അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ഗ്രീസിലെ നഗരരാഷ്ട്രമായ ഏതൻസിലാണ്, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉണ്ടായത്. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം ചോദിക്കും, ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് എവിടെയായിരുന്നു? ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതായിരുന്നു, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഡെമോക്രസി? ജനാധിപത്യത്തിന്റെ എന്താണ് രണ്ട് തരത്തിലുള്ള ജനാധിപത്യം ഉണ്ട് അല്ലെ. ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും. അതാണ് ചോദിച്ചത്. നമുക്കത് ഓരോന്നായിട്ടും എഴുതണം കേട്ടോ. ഡയറക്റ്റ് ഡെമോക്രസി എന്താണ്? ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ യെസ്, അവിടെ ജനങ്ങൾക്ക് തീരുമാനമെടുക്കാം അല്ലെ. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കാമായിരുന്നു. അതുപോലെ പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ്, അഥവാ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് ഇത് സാധ്യമാകുന്നത്. ദെൻ സ്യൂട്ടബിൾ ഫോർ റീജിയൻ വിത്ത് റിലേറ്റീവ്ലി ലെസ് ജിയോഗ്രഫിക്കൽ ഏരിയ, താരതമ്യേന ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ള നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ അഭികാമ്യമായതാണ് നമ്മുടെ ഗ്രാമസഭകളൊക്കെ അല്ലേ. അതൊക്കെ ഡയറക്റ്റ് ഡെമോക്രസിയിൽ വരുന്നതാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നു. പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫെയർ. ഭരണകാര്യങ്ങളിൽ പീപ്പിൾസിന് ഡയറക്ട്ലി പങ്കാളികളാവാം. People have the opportunity to directly express their opinions. ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കുണ്ട്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കുണ്ട്. ഇതാണ് ഡയറക്റ്റ് ഡെമോക്രസി. ഇനി ഇൻഡയറക്റ്റ് ഡെമോക്രസി ആണെങ്കിൽ എക്സിസ്റ്റ് ഇൻ ദ കൺട്രീസ് വിത്ത് ഹ്യൂജ് പോപ്പുലേഷൻ. ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങൾക്കാണ് അഭികാമ്യം. ഓക്കെ, അതായത് ലൈക്ക് നമ്മുടെ MLA ഒക്കെ ചൂസ് ചെയ്യുന്നില്ലേ. അതായത് ഓരോ നാടിനെയും MLA ചൂസ് ചെയ്യുന്നൊക്കെ നമ്മള് ജനങ്ങളാണ് അല്ലെ. ജനങ്ങൾ നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കും. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ആരാണ്? നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അവിടെ റെപ്രസെന്റേറ്റീവ്സ് നമ്മുടെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കളാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഓക്കെ, ജനങ്ങളുടെ പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ റെപ്രസെന്റേറ്റീവ്സ് ഗവേൺ ഓഫ് ബിഹാഫ് ഓഫ് ദ പീപ്പിൾ. നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് നമ്മൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. അവിടെ ജനങ്ങൾക്ക് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേഷൻ ഇല്ല. ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കാളികളാണ്. പക്ഷെ ഇൻഡയറക്റ്റിൽ അങ്ങനെയല്ല. നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് നമുക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. People do not have direct involvement in the expressing opinions or making decisions. Okay, അതായത് അഭിപ്രായം രേഖപ്പെടുത്തുക, തീരുമാനമെടുക്കുക എന്നിവയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കില്ല. ഓക്കെ, അവിടെ നമ്മുടെ പ്രതിനിധിയാണ് നമുക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും കാര്യങ്ങളും സംസാരിക്കുന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഡയറക്റ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട്. പക്ഷെ ഇൻഡയറക്ട്ലി വരുമ്പോൾ ജനങ്ങളല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് ആണ് നമുക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും എക്സാമിന് ചോദിക്കും. എന്റെ മക്കൾ എന്തായാലും ഇത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ മക്കളെ.